ശിവഗിരി മഠാധിപതിയായിരുന്ന സ്വാമി ശാശ്വതീകാനന്ദയുടെ കുടുംബം ഇപ്പോഴും പ്രാരാബ്ദങ്ങൾക്ക് നടുവിലാണ്. മരുന്നിനും ഭക്ഷണത്തിനു പോലും വകയില്ലാതെ വാർദ്ധക്യം തളർത്തിയ അമ്മയും സഹോദരനുമാണ് തിരുവനന്തപുരം മണക്കാട്ടെ കുടുംബ വീട്ടിൽ കഴിയുന്നത്. വൈകിയാണെങ്കിലും നീതി കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് സ്വാമിയുടെ കുടുംബം. സ്വാമി ശാശ്വതീകാനന്ദയുടെ ജീവിതവും തുടർന്നുള്ള ദുരൂഹമരണവും 13 വർഷങ്ങൾക്ക് ശേഷം മാധ്യമങ്ങളും പൊതുസമൂഹവും സജീവമായി ചർച്ച ചെയ്യുമ്പോഴും ശാശ്വതീകാനന്ദയുടെ കുടുംബ വീടോ ജീവിച്ചിരിക്കുന്ന വൃദ്ധമാതാവിനെയോ പുറം ലോകത്തിനറിയില്ല. തിരുവനന്തപുരത്തെ മണക്കാടുള്ള സ്വാമിയുടെ കുടുംബ വീട്ടിൽ 89 വയസ്സുള്ള അമ്മയും അനുജൻ രാജേന്ദ്രനും കുടുംബവുമാണ് താമസം. കഴിഞ്ഞ 7 മാസക്കാലമായി കിടക്കയിൽ നിന്നും എഴുന്നേൽക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് ശാശ്വതീകാനന്ദയുടെ അമ്മ കൗസല്യ. മരുന്നിനും ഭക്ഷണത്തിനു പോലും വക കണ്ടെത്താൻ കഴിയാത്ത ദുരവസ്ഥയിലാണിപ്പോൾ. 5 മക്കളിൽ അമ്മയ്ക്ക് ഏറെ സ്നേഹവും വാത്സല്യവും ശശിധരൻ എന്ന നാം അറിയുന്ന ശാശ്വതീകാനന്ദ സ്വാമികളോടായിരുന്നു. മകന്റെ അകാലത്തിലുള്ള മരണത്തിന്റെ നടുക്കം ഇപ്പോഴും ഈ മനസ്സിൽ നിന്നും വിട്ടൊഴിഞ്ഞിട്ടില്ല. വല്ലപ്പോഴും വന്നുപോകുന്ന ഓർമ്മകളുടെ ബലത്തിലാണ് ഈ അമ്മയുടെ ജീവിതം. ശിവഗിരി മഠാധിപതിയായിരുന്ന സ്വാമി ശാശ്വതീകാനന്ദയെക്കുറിച്ച് നിരവധി കെട്ടുകഥകൾ അസൂയാലുക്കൾ പ്രചരിപ്പിക്കുമ്പോഴും സത്യാവസ്ഥ ഇതായിരുന്നുവെന്ന് അനുജൻ രാജേന്ദ്രൻ പറഞ്ഞു. ഒരു മഠാധിപതിയായിരുന്ന ശാശ്വതീകാനന്ദ സ്വാമിയുടെ വീടും പരിസരവുമാണ് നിങ്ങളിപ്പോൾ ഈ കണ്ടത്. അപ്പോൾ എന്താണ് അതിൻ്റെ യാഥാർത്ഥ്യമെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. കൂടെ നിന്നവർ ഗുരുവിനെ ഉപയോഗിച്ച് അധികാരവും പണവും കൈക്കലാക്കിയപ്പോൾ നിസ്വാർത്ഥ സാമൂഹ്യ സേവനം മാത്രമായിരുന്നു സ്വാമിയുടെ ലക്ഷ്യം. അവശേഷിക്കുന്ന 4 സഹോദരങ്ങളും വാർദ്ധക്യം തളർത്തിയ അമ്മയും വൈകിയാണെങ്കിലും നീതി കിട്ടുമെന്ന പ്രതീക്ഷയിലാണ്. ക്യാമറമാൻ രാഹുൽ ചന്ദ്രനൊപ്പം വി ജി മിനീഷ് കുമാർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.